എന്നോടാണോ ഇഷ്ടം അതോ നിന്റെ ഭർത്താവിനോടാണോ? നിന്നെ. സത്യം. എൻ്റെ പ്രവീടെ നിങ്ങൾ പേടിപ്പിച്ചാലും മനുഷ്യൻ നല്ല ജീവനങ്ങ് പോയി. ഓ, അതിന് ആദ്യമായിട്ടാണോ നീ ഇവിടെ വരുന്നത്? നീ ഇങ്ങനെ പേടിക്കാൻ? ആദ്യമായിട്ട് വരുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ശബ്ദമെങ്കിലും ഉണ്ടാക്കി വരണ്ടേ? പേടിച്ചു. ഇത് കള്ളന്മാർ വരുന്നതിനോട് പൊമ്മയായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തടി? ഞാൻ വന്നപ്പോൾ നീ അങ്ങ് തിരിഞ്ഞിരിക്കുന്നുണ്ട്. കണ്ടപ്പം വല്ലാത്തൊരു സൗന്ദര്യം. പിന്നെ അത് കണ്ട് ഞാൻ ആസ്വദിച്ചങ്ങ്. തെറ്റാണോ? തെറ്റൊന്നുമല്ല, പക്ഷേ കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നിട്ട് കൂട്ടുകാരനില്ലാത്തപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യ തിരഞ്ഞെടുക്കുന്ന ആസ്വദിക്കുന്ന തെറ്റല്ലേ ചേട്ടാ? അതിനിപ്പോൾ എന്ത് തെറ്റ്? നമ്മൾ പൂക്കളെ കാണുമ്പോൾ ആസ്വദിക്കുന്നില്ലേ? പൂക്കൾ, കിളികൾ, അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ട് ആസ്വദിക്കും. അതുപോലെ എന്നെ കണ്ടപ്പോഴും ആ ഒരു സൗന്ദര്യം എനിക്ക് തോന്നി. അത് തെറ്റാണോ? പ്രശ്നമൊന്നുമില്ല, പക്ഷെ കൂട്ടുകാരൻ പറഞ്ഞാൽ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിക്കും. കൂട്ടുകാരൻ അറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. അവൻ അറിയാതെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലേ? എങ്ങോട്ടാണ് കീറിക്കേറി പോക്ക്? അങ്ങോട്ട് വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. ചേട്ടനിപ്പം വരും. അതിനിപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടെ വന്നത്. ചേട്ടൻ പറഞ്ഞിട്ടോ? ആ, ഇവിടെ സ്വിച്ച് ബോർഡ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നു. ഓ, അത് ബെഡ്റൂമിലാ. ബെഡ്റൂമില്ല? എങ്കിൽ വാ, അങ്ങോട്ട് പോയി നോക്കാം. ഈ സ്വിച്ചിന് കംപ്ലൈൻറ്റ്. ഈ സ്വിച്ച്
കളി എന്തൊരു കളിയായിരുന്നു. പെണ്ണുങ്ങൾ കളി കാണാണ്ടോ? പിന്നെ അല്ലതാ ഇവിടെ ആണുങ്ങൾ ഇവിടെ ഉള്ള റൺസ് അടിച്ചിട്ട് ഇവിടെ കിടന്ന് കാണിക്കണം പൊടിപാടാ അവര്. അത് എത്ര അടിച്ച് 121 കൊച്ചു ആത്മാർത്ഥത ഉണ്ട്. ഡേയ് നീ ഒരു കാര്യം ചെയ്യും, നീ അകത്തോട്ട് കയറി. ഞാനേ ഫോൺ എടുത്തില്ലടാ, വണ്ടി ഇരിക്കുന്നു, എടുത്തിട്ട് വരട്ടെ. എനിക്ക് വെള്ളം തയ്ക്കുന്നു. നീ പോയി വെള്ളം കുടിച്ചിട്ടോ എവിടെ? വീട്ടിൽ കയറി അവളകത്തുണ്ട്. ആണുണ്ടോ? ഓ പിന്നെ അവളടുത്ത് പറഞ്ഞാ അതെ. പറയാം, പെട്ടെന്ന് പറഞ്ഞ. ഓ ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. നീ എന്താ ഇവിടെ? നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? ചേട്ടൻ എന്താ ഇവിടെ? എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നത്. എൻ്റെ ചേട്ടനെ മൊബൈൽ എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു താഴെ വണ്ടിയിൽ. നീ പുറത്തേക്ക് പോ. അതിനിപ്പോ എന്ത്? എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. നിനക്ക് പറഞ്ഞേ മനസ്സിലാവില്ലേ? പുള്ളി വന്ന പ്രശ്നമാവോ? വല്ലാത്തതാ, ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. ഷോ അതിനെ പറ്റിയ സമയം നീ എണീച്ച് പോകാൻ. നമുക്ക് പുള്ളി ഇപ്പം വരാൻ കുടുംബ കൽക്കല്ല. പ്ലീസ് ഓ ആ ഇവിടെ ഉണ്ട്. എന്റെ ചേട്ടൻ പറഞ്ഞ കേട്ടാ, എനിക്ക് വെള്ളം എടുത്തേ. നീ എവിടെ പോകുന്നു? വെള്ളം എടുത്ത്. ഓ ചേട്ടാ, നിന്റെ ചേട്ടൻ പറഞ്ഞു കേട്ടില്ല, കുറച്ച് എന്തോ എനിക്ക് തലച്ചിട്ടിലായിരുന്നു, കിടക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവൻ വിളിച്ചപ്പോൾ ഞാൻ എണീറ്റോ വ്യാമൊക്കെ പിടിച്ചതാ. എന്ത് പറ്റി? ആശുപത്രി പോണോ? വേണ്ട, എനിക്ക് കുറച്ച് കിടന്നാൽ മതി. വെള്ളം ഞാൻ എടുത്തു തരാം, വാ. എൻ്റെ തലവേദനയൊക്കെ മാറിയാ? കുഴപ്പമില്ല കേട്ടാ, BP കുറഞ്ഞാണെന്ന് തോന്നുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീയും പ്രവിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ചേട്ടൻ തന്നെയല്ലേ അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേ? ഞാനല്ലാണ്ട് വിളിച്ചു കയറ്റുമെന്നല്ലല്ലോ അവനാ. അല്ല, നിങ്ങളെ ഇന്നത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയതാ. എന്നെ സംശയമാണോ? എനിക്കൊന്നും തലച്ചിട്ടിപ്പോൾ അവനൊന്നും എന്നെ പിടിച്ചു എന്ന് വെച്ച് മറ്റേ പരിപാടിയൊന്നുമല്ല. അല്ല, എനിക്ക് അപ്പോഴും നിങ്ങളങ്ങനെ കണ്ടപ്പോൾ തോന്നിയതാ. തെറ്റാണെങ്കിൽ നീ ക്ഷമിച്ചോ. എടാ, എനിക്കൊരു സംശയം. അങ്ങേർക്ക് നമ്മൾ രണ്ടുപേരെയും ഒരു സംശയമുണ്ട്. ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇന്നലെയും ഇവിടെ പൈപ്പ് പൊട്ടിക്കിടക്കുന്നു, നന്നായി കൊടുക്കാനാണ് പറഞ്ഞത്. അതും പോയിട്ട് നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും എന്നെയാണ് പറഞ്ഞു വിടുന്നത്. ഏയ്, അവന് സംശയമൊന്നുമില്ല, അവന് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല.
എൻ്റെ ഭാര്യ വിളിച്ചോടിപ്പോയി. എപ്പോ? ഇപ്പം വിളിച്ചു പറഞ്ഞു. ആരോട്? എൻ്റെ കൂട്ടുകാരനില്ലേ, അതായത് നിന്റെ കെട്ടി. ചുമ്മാതല്ല അങ്ങേര് ഇവിടെ നിന്നെ പൈപ്പ് നന്നാക്കാൻ പറഞ്ഞു വിട്ടത്. നീ ഇവിടെ പൈപ്പ് നന്നാക്കുന്നേരം അങ്ങേരെ അടവയറിങ് പണി ചെയ്യായിരുന്നു. ചിഞ്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഇനിയിപ്പോൾ എല്ലാം നല്ലതിനാന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ നിനക്കിങ്ങനെ ഒളിച്ചും പാത്തും വരണ്ടല്ലോ. നമുക്ക് രണ്ടുപേർക്ക് നിന്റെ വീട്ടിൽ പോയി താമസിക്കാം. എൻ്റെ വീട്ടിലോ? ആ വീടും വസ്തു എല്ലാം അവളെ പേരിലാണ്. നമുക്ക് നിന്റെ വീട്ടിൽ താമസിച്ചാലോ? അതും ആ കാലമാട്ടിൻ്റെ പേരില്ല. എങ്കിലും ഇത്ര ആത്മാർത്ഥമുള്ള കൂട്ടുകാരൻ ഇങ്ങനെ ചതിക്കേണ്ട ആവശ്യമില്ല. അത് എൻ്റെ അടുത്ത് ചട്ടനെ പൊട്ടൻ ചതിച്ച പൊട്ടനെ ദൈവം ചതിക്കും. ചെഞ്ചു.